ഒറ്റ രാത്രിയിലെ മഴ കാരണം ഞങ്ങളുടെ വീട്ടിലും നാട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം എത്ര സമയം കൊണ്ടാണ് നമ്മുടെ നാട്ടിലും വീട്ടിലും കയറുക എന്നതും വെള്ളപ്പൊക്കം എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് വെള്ളം വന്ന ദിവസത്തെ രാവിലത്തെ കാഴ്ചയാണ്. ഡ്രെയിനേജൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. രാവിലെ 8 മണി 8:30 ആയപ്പോഴേക്കും വീട്ടിലും റോഡിലൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വളരെ സ്ലോ ആയിട്ടാണ് വെള്ളം കയറുന്നത്. വെള്ളം കയറുമ്പോഴുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്നത് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വേറെ സ്ഥലത്തേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റി വെക്കുക എന്നതാണ്. നാട് മൊത്തം വെള്ളം വരുന്നത് കൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്ന തിരക്കിലായിരിക്കും. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ വീട്ടിലെ അപ്സ്റ്റെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫുഡ് പോലും കഴിക്കാതെ രാവിലെ 8 മണി മുതൽ തുടങ്ങിയതാണ് സാധനങ്ങൾ മാറ്റി വെക്കാൻ. പക്ഷേ 12 മണിയായിട്ട് പോലും സാധനങ്ങൾ കംപ്ലീറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു. വെള്ളം വരാൻ ചാൻസ് ഉള്ള വീടുകളിലെ ഫർണിച്ചർ അലുമിനിയം കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം വെള്ളം വരാൻ ചാൻസ് തോന്നിയാൽ ഉടനെ സേഫായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. ഇപ്രാവശ്യം റെഫ്രിജറേറ്റർ അപ്സ്റ്റെയറിലേക്കൊന്നും മാറ്റിയിട്ടില്ല. അതുപോലെ ഡൈനിങ് ടേബിളും മാറ്റിയിട്ടില്ല. ഇതാണിപ്പോൾ ഞങ്ങളുടെ അപ്സ്റ്റെയറിൻ്റെ അവസ്ഥ. എല്ലാ സാധനങ്ങളും ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ കയ്യിൽ കരുതുന്നത്. ബാക്കിയെല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ അപ്സ്റ്റെയറിലേക്ക് മാറ്റിയപ്പോഴേക്കും മുറ്റത്ത് ഒരുപാട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വെള്ളം റോഡിൽ ഫുള്ളാവുന്ന മുന്നേ നമ്മുടെ വീട്ടിലെ വെഹിക്കിൾസൊക്കെ മറ്റൊരിടത്ത് സേഫായിട്ട് പാർക്ക് ചെയ്യേണ്ടതാണ്. ഈ ടൈമിൽ നാട്ടിലെല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും. സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നതും വാഹനങ്ങളൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യുന്ന തിരക്കിലായിരിക്കും എല്ലാവരും. 4 മണിക്കൂറിന് ശേഷമാണ് വീട്ടിലെ എല്ലാ സാധനങ്ങളും അപ്സ്റ്റെയറിലേക്ക് മാറ്റി വെച്ചത്. ഇന്ന് രാവിലെ മുതൽ അങ്ങനെ മഴ പെയ്തിട്ടില്ലെങ്കിലും വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ചുറ്റുപാട് എത്രത്തോളം വെള്ളം കയറി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് ഞങ്ങളുടെ റോഡിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ അപ്പോഴേക്കും ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട്. ഇതിവിടുത്തെ പാടമാണ്. പാടമൊക്കെ ഒരു പുഴ പോലെ ആയിട്ടുണ്ട്. ഒരുപാട് ആളുകളാണ് വെള്ളം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഈ ഏരിയയിൽ കാണുന്ന വീടുകളിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ടാണ് വെള്ളം കയറുക. മഴ കുറവാണെങ്കിലും സ്ലോ ആയിട്ട് വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈവനിങ് ആകുമ്പോഴേക്കും ഇവിടെ എല്ലാ വീട്ടിലേക്കും വെള്ളം കയറിയിട്ടുണ്ടാകും. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരും റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ മാറിയിട്ടുണ്ടാകും. നമ്മളെ സേഫ് ആക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് സേഫ് ആക്കുക എന്നതും. ഈ റോഡിൽ ഇപ്പോൾ ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ മേലെ വരെ വെള്ളം എത്തിയിട്ടുണ്ട്. എല്ലാ വെള്ളപ്പൊക്കത്തിലും ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് പോകാറ്. ഉമ്മാടെ 2ാമത്തെ അനിയൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകാറ്. ഈ ടൈമിൽ എല്ലാവരും സേഫായിട്ട് ഇരിക്കണം. അതുപോലെ നമ്മുടെ കുട്ടികൾ പുഴയിലേക്കോ കുളത്തിലേക്കോ പോകുന്നത് നിയന്ത്രിക്കണം. വെള്ളപ്പൊക്കത്തിൻ്റെ മറ്റൊരു ബുദ്ധിമുട്ട് എന്തെന്നാൽ വെള്ളം ഇറങ്ങിയ ശേഷം വീട് ക്ലീൻ ചെയ്യലാണ്. വെള്ളം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വൃത്തിയാക്കൽ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ചുമരിലൊക്കെ ചളി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതൊരു ടഫസ്റ്റ് ടാസ്ക്കാണ്. കാരണം നമ്മുടെ വീടിനകത്ത് പാമ്പോ കുരുടിയോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്ലീനിങ്ങിന് പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സ്വിച്ച് ബോർഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ ക്ലീനിങ്ങിന് വരുമ്പോൾ ഷൂ ധരിക്കലാണ് ഉത്തമം. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ചുറ്റുപാടൊക്കെ കണ്ടു വന്നപ്പോഴേക്കും വീട്ടിൽ ഏകദേശം വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം ഫസ്റ്റിലെ സ്റ്റെപ്പ് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ മതിലിൻ്റെ പകുതി വരെ വെള്ളം എത്തിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ 2ാമത്തെ സ്റ്റെപ്പ് വരെ വെള്ളം എത്തിയിട്ടുള്ളെങ്കിലും അടുക്കളയിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളം കയറുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കൽ മസ്റ്റാണ്. ഇപ്രാവശ്യം വളരെ സ്ലോ ആയിട്ടാണ് വെള്ളം കയറിയത്. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കയറ്റി വെക്കാൻ നമുക്ക് ഒരുപാട് ടൈം കിട്ടിയിരുന്നു.
റോഡിലൊക്കെ ഇനിയും ഒരുപാട് വെള്ളം കയറുന്ന മുന്നേ തന്നെ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്.